മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, ഒരു ബന്ധത്തിനായി ഒരിക്കലും യാചിക്കരുത്. നിങ്ങളോടൊപ്പം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവനെ സ്വീകരിക്കാനും നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് നടിക്കുന്നവനെ നിരസിക്കാനും ധൈര്യപ്പെടുക. സ്നേഹം ഒരു അനുഭവമാണ്. അകലും തോറും ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്ന് നിങ്ങളെ മനസ്സിലാക്കി തരുന്ന തിരിച്ചറിവ്. ഭക്തരെ, നിങ്ങൾക്ക് ഒരാളുമായി നല്ല ബന്ധം നിലനിർത്താൻ ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെങ്കിൽ അവരെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രം വിശ്വസിക്കുക. പ്രശ്നങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണ് ഉണ്ടാകാറ്. അഭിമുഖീകരിക്കുന്ന രീതിയാണ് പ്രധാനം. ഭക്തരെ, നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് കൂടുതൽ ആകുലപ്പെടാതിരിക്കുക. ആ നഷ്ടത്തിൽ നിന്ന് കരകയറാനുള്ള വഴിയാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത്. ഭക്തരെ, മറ്റാരും ചെയ്തില്ലെങ്കിലും സ്വയം സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. സ്വന്തം നേട്ടങ്ങളിൽ സ്വയം അനുമോദിക്കുകയും ചെയ്താൽ മുന്നോട്ടു പോകാനുള്ള ഊർജം നിങ്ങൾക്ക് ലഭിക്കും. ഓരോ ദിവസവും പുതിയ തുടക്കമാവുക. ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെ ഓർത്ത് വിഷമിക്കാതെ മെച്ചപ്പെടുത്താൻ കഴിയുന്ന കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തുക. ആരും എപ്പോഴും കൂടെയുണ്ടാവില്ല എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഓരോ ഒറ്റപ്പെടലും. നീ എന്താണോ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് അത് നിന്നിലേക്ക് തന്നെ എത്തിച്ചേരുന്നതായിരിക്കും. ഭക്തരെ, ജീവിതത്തിൽ മനസ്സമാധാനം ഇല്ലെങ്കിൽ പിന്നെ എന്ത് ഉണ്ടായിട്ടും ഒരു കാര്യവുമില്ല. തളർത്താൻ 10 പേര് കാണും, പുച്ഛിക്കാൻ 100 പേര് കാണും. പക്ഷേ ജയിക്കണമെന്ന് നിങ്ങൾ ഒരൊറ്റയാൾ വിചാരിച്ചാൽ മതി. ആവശ്യപ്പെടുമ്പോൾ മാത്രം ചേർത്തു നിർത്തുന്നതല്ല, ആവശ്യമുള്ള സമയം അറിഞ്ഞ് കൂടെ നിൽക്കുമ്പോഴാണ് ബന്ധങ്ങൾക്ക് മാധുര്യം ഉണ്ടാകുന്നത്. അന്യരുടെ രഹസ്യവുമായി നിങ്ങളുടെ അടുക്കിൽ വരുന്നവരെ സൂക്ഷിക്കുക. കാരണം അവർ നിങ്ങളുടെ രഹസ്യങ്ങളുമായിട്ടായിരിക്കും മടങ്ങുന്നത്. ഭക്തരെ, മറന്നു പോകാവുന്ന മനസ്സും നിലച്ചു പോകാവുന്ന ഹൃദയവുമാണ് മനുഷ്യൻ്റേത്. ഇതിനിടയിൽ കിട്ടുന്ന കുറച്ച് സമയം സ്നേഹിക്കാനും സന്തോഷിക്കാനും കഴിഞ്ഞാൽ അതാണ് സ്വർഗതുല്യമായ ജീവിതം. എല്ലാ ഭക്തരും സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.